റിയൽ എസ്റ്റേറ്റിൽ വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പഠിച്ചു വന്ന പാഠം റെന്റൽ മാർക്കറ്റിൽ നിന്ന് വളരെ ലോ ലെവലിൽ നിന്ന് ഏറ്റവും അതിൻ്റെ ചെറിയ റൂട്ട് ലെവലിൽ നിന്ന് പഠിച്ചു വന്നുകൊണ്ട് പല കാര്യങ്ങളെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഫീൽഡിൽ ഇറങ്ങിയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ആൾക്കാർ പലപ്പോഴും ഫെയിൽഡ് ആവുന്ന ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പം പലരും വലിയൊരു ക്ലയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 അപ്പാർട്ട്മെന്റ് കൊച്ചിയിലുള്ള ഒരു വ്യക്തിയാണ്. കുറേ സാധനങ്ങൾ ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന കാര്യം ഫോക്കസ് ചെയ്യുക. ഡേ 1 ആക്ഷൻ എടുക്കുക. ഇതിന് എന്ത് ചെയ്യണം എന്നുള്ള ആദ്യം ആലോചിച്ച് ഡേ 1 മുതൽ ആക്ഷൻ എടുക്കുക. അറ്റ് ദിസ് പോയിന്റ് ആക്ഷൻ എടുക്കാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ എടുക്കുക എന്നുള്ളതാണ്. ഹായ് എവ്രി വൺ, ഇന്ന് നമ്മുടെ IWB ടോക്സിൻ്റെ 3rd എപ്പിസോഡാണ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് റിയൽട്ടർ ഹാദിയാണ്. ഹാദി ഒരു 19ാമത്തെ വയസ്സിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങി. ഒരു 4-5 ഇയേഴ്സ് കൊണ്ട് കോടികൾ ട്രാൻസാക്ഷൻസുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്തതാണ്. ഹാദിയുടെ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ഇന്നത്തെ നെക്സ്റ്റ് 1 hour നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹാദി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഹാദി ഞാൻ ആക്ച്വലി പരിചയപ്പെടുന്നത് ഒരു 3-4 months മുന്നേ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പം അന്ന് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അപ്പം ഹാദിയുടെ ഏജൊക്കെ വെച്ചിട്ട് ഹാദി ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ, ഇപ്പോഴത്തെ ഹാദിയുടെ ബിസിനസ്സിൻ്റെ ലെവലൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നി ഹാദിയുടെ സ്റ്റോറിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത്. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ മേഖലയിലോട്ട് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് വാല്യൂ തരാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ പോഡ്കാസ്റ്റിലുള്ളത്. സോ ഹാദി, വൺസ് അഗെയിൻ വെൽക്കം ടു ദ ഷോ. താങ്ക്സ്. സോ ഹാദി, ആക്ച്വലി റിയൽട്ടർ ഹാദി എന്നുള്ള ബ്രാൻഡും അത് ചെയ്യുന്ന ബിസിനസ്സും എന്താണ് ആക്ച്വലി പ്രേക്ഷകർക്ക് അറിയാത്തവർക്കാണെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? റിയൽട്ടർ ഹാദി എന്ന് പറഞ്ഞ ബിസിനസ് ആക്ച്വലി ഞാൻ ബാക്ക് 2019 കൊച്ചിയിൽ 2018 വന്നിരുന്നു. പിന്നെ 19 സ്ഥിരമായി. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത നമുക്ക് അതിലേക്ക് പോവാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതിൽ പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് കമ്പനി ആയിട്ടാണ് realtorhadi.com സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് ഒരു സാധാരണഗതിയിൽ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഏജൻ്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോപ്പർട്ടി റെൻ്റൽ കൊടുക്കുന്ന ഒരു ഏജൻ്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു പോയിന്റിൽ നിന്ന് പ്രോപ്പർട്ടി റെൻ്റൽ കുറച്ചും കൂടെ പ്രൊഫഷണലൈസ് ചെയ്ത് അതൊരു പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് ബിസിനസ്സാണത്. അതായത് കൊച്ചിയിലാണ് ഇപ്പോൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന നിലവിൽ. അപ്പോൾ കൊച്ചിയിൽ ആർക്കൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനായി പ്രോപ്പർട്ടി മേടിച്ച് NRIs, അതുപോലെ നോർത്ത് ഇന്ത്യൻസ്, അതുപോലുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടിയും അവരുടെ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യലാണ് realtorhadi.com ചെയ്യുന്നത്. പിന്നെ അത് വളർന്ന് പിന്നീട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ സെയിം പ്രോപ്പർട്ടി ഇൻവെസ്റ്റേഴ്സിന് പിന്നെയും പുതിയ പ്രോപ്പർട്ടീസിൻ്റെ റിക്വയർമെൻറ്റ്സ് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ബിൽഡേഴ്സിൻ്റെ പുതിയ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിലോട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ പല സെഗ്മെൻറ്റുകളായി ഇങ്ങനെ കോമ്പൗണ്ടിങ് ആയി ഇങ്ങനെ ചെയ്തു വരുന്നു എന്നതാണ്. ഓക്കെ. അപ്പം എനിക്കൊന്ന് ഹാദി വളരെ നേരത്തെ പറഞ്ഞ പോലെ 19ാമത്തെ വയസ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എവിടെയാണ് ഹാദിയുടെ എഴുത്തുകാരനാണ് ഹാദി? ഞാൻ ബേസിക്കലി തൃശ്ശൂരുകാരനാണ്. ഓക്കെ. ഞാൻ കൊച്ചിയിൽ 2018-19 കാലഘട്ടത്തിലൊക്കെയാണ് വരുന്നത്. 18 ഇങ്ങനെ ജസ്റ്റ് കൊച്ചിയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഞാൻ ആക്ച്വലി ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററായിരുന്നു. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയത്. പിന്നെ 2019 ആയപ്പോൾ കൊച്ചിയിൽ സ്ഥിരമായി. അപ്പോൾ ക്രിക്കറ്റ് കളിയുടെ ഭാഗമായിട്ട് കൊച്ചിയിൽ സ്ഥിരമായി. അങ്ങനെയാണ് കൊച്ചിയിൽ എത്തുന്നത്. എനിക്ക് തോന്നുന്നു 18 വയസ്സ് 19 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് എനിക്കൊന്ന് +2 കഴിഞ്ഞ ഒരു സമയമാണെന്ന് തോന്നുന്നു. കോളേജ് ഫസ്റ്റ് ഇയർ ചെയ്യുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ. എന്നാലും എങ്ങനെയാണ് ആക്ച്വലി റിയൽ എസ്റ്റേറ്റ് മേഖലയിലോട്ട് ഒരു എക്സ്പോഷർ കിട്ടുന്നത്? റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വെച്ചാൽ ഞാൻ ബേസിക്കലി ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിച്ച വ്യക്തിയോ അല്ലെങ്കിൽ ബിസിനസ്സുമായി യാതൊരു ബന്ധമുള്ള ഒരാളല്ല. അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് ഞാൻ എൻ്റേതായ ഒരു സ്കിൽ വെച്ച് ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് അങ്ങനെയൊന്നും ചെയ്ത് റിയൽ എസ്റ്റേറ്റിലോട്ട് വന്ന ഒരാളല്ല ഞാൻ. ബേസിക്കലി ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അറിയാലോ, ക്രിക്കറ്റ് കളിച്ച് കൊച്ചി പോലൊരു സിറ്റിയിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവുകൾ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് സർവൈവലായിരുന്നു നമ്മുടെ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻ്റ് ഒക്കെ ആവുന്നേക്കാൾ മുമ്പ് ഞാൻ ഹൗസ് കീപ്പിംഗ് സർവീസസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് കളിച്ചിരുന്ന സമയത്ത് നമ്മൾ പാർട്ട് ആയിട്ട് ഇങ്ങനെ ഹൗസ് കീപ്പിംഗ് ജോലികൾ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു പോയിന്റിലാണ് ഞാനൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. പുള്ളി റിയൽ എസ്റ്റേറ്റിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ രീതിയിലൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അതൊന്നും അങ്ങ് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിലിനോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഹൗസ് കീപ്പിംഗ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി സെയിൽസ് ഒന്നും അങ്ങനെ നടക്കുന്നില്ല. കാരണം പ്രോപ്പർട്ടി സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ കുറേ ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ വന്നിട്ട് രക്ഷപ്പെടാതെയും അതുപോലെ പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് വന്ന് ചെയ്ത് നോക്കും, ശരിയാവാതെ ആവുമ്പോൾ നിർത്തി പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ വന്ന പോയിന്റിൽ ഞാൻ ഈ പ്രോപ്പർട്ടി ഈ പറഞ്ഞ ഹൗസ് കീപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു പ്രോപ്പർട്ടി ഓണർ ചോദിച്ചു, ഈ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യാൻ ആർക്കെങ്കിലും അറിയാമോ, ചെയ്യാനായിട്ട് പറ്റുമോ, അതിലുണ്ടോ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാനിങ്ങനെ
ചെറിയ രീതിയിൽ എൻ്റെതായ കുറച്ച് ഐഡിയയിൽ ഇങ്ങനെ പ്രോപ്പർട്ടി ഒരു ലിസ്റ്റിങ്സും കാര്യങ്ങളൊക്കെ നടത്തി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ്. അപ്പം അന്ന് ആ ഒരു പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ പ്രോപ്പർട്ടി റെൻ്റൽ ഇതിനകത്ത് നല്ലൊരു കമ്മീഷൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ ഇതൊരു 2-3 ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് സർവൈവ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. അപ്പം അങ്ങനെ അത് 1, 2, 3 അങ്ങനെ ചെയ്ത് നമ്പേഴ്സ് കൂടി തുടക്കമായി മാറി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ഓക്കെ ഇതിനകത്തൊരു ലൈൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആക്ച്വലി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പയ്യെ ക്രിക്കറ്റിൽ നിന്ന് എൻ്റെതായ പേഴ്സണൽ സിറ്റുവേഷൻസ് കൊണ്ട് എനിക്ക് ക്രിക്കറ്റിൽ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വേറെ ഇപ്പോൾ ഒരു പ്രൊഫഷണലി വേറൊരു കാര്യമൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ഇതിനകത്ത് റവന്യൂ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിരുന്നത് നോർമലി ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുന്നു, നാളെ ഡിസപ്പിയർ എന്നൊരു ബ്രോക്കറി ഏജന്റ് അല്ല. കൊച്ചിയിലല്ല, ഞാൻ കൊച്ചിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഒരു കൺവെൻഷണൽ ഏജന്റ് എന്നുള്ള സംഭവം, അതായത് ഇപ്പൊ കുറെ ആൾക്കാർ, ഞാൻ പണ്ട് റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, ഇപ്പൊ ഞാൻ കുസാറ്റിൽ 2013 ഇവിടെ പഠിക്കാൻ വന്ന ആളാണ്. അപ്പൊ ആ സമയത്തും എനിക്ക് തോന്നുന്നത് ഈ ഏജന്റുമാരൊക്കെ നമ്മൾ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏജന്റ് എന്ന് പറയുന്ന ടിപ്പിക്കൽ ഏജന്റിനെ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം അവർ ചെയ്യുന്നു, അവരുടെ കമ്മീഷൻ വാങ്ങുന്നു, മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ളൊരു പോലെ ആൾക്കാരാണ് ഉണ്ടാവുക. യൂഷ്വലി ഏജന്റുമാരെല്ലാവർക്കും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പക്ഷെ അതിൽ നിന്നൊരു മാറ്റം എനിക്ക് തോന്നുന്നു ഹാദിയുടെ ബിസിനസ് ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു മനസ്സിലാക്കലാണ്. കാരണം ഞാൻ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടി ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ HNIs ആണ്, അല്ലെങ്കിൽ NRIs ആണ്. അപ്പോൾ ഇതുപോലുള്ള ക്ലയൻസിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുന്നു, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആ ഒരു രീതിയിലുള്ള ഒരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ആ രീതിയിൽ ആൾക്കാരെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യണം നാട്ടിൽ. പ്രത്യേകിച്ച് ഇന്നും റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ കൊച്ചിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ള ഒരു യോഗ്യത ഉള്ളത്. അതുകൊണ്ട് കൊച്ചിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഇന്നും അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഇന്നും കൊച്ചിയിൽ ബേസിക്കലി. അപ്പോൾ ഞാൻ അന്ന് മനസ്സിലാക്കി എനിക്ക് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി എനിക്ക് പൈസ ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിനകത്ത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൽ കൊണ്ടുവന്ന് ഒരു പ്രോപ്പർട്ടി ഓണർ നാളെ ചാവി എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന പോലെ, ഞാൻ അന്ന് 2020 അങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒരു പ്രോപ്പർട്ടി ഓണർ കീ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, ഇത് നീ നോക്കിക്കോളെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കുള്ള ഒരു സർവീസ് എനിക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയ രീതിയിൽ എനിക്കറിയാവുന്ന പോലെയുള്ള ബേസിക് ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസുകൾ ഞാൻ ഫ്രെയിം വർക്കാക്കി മാറ്റി. അപ്പോൾ ഞാൻ അതിനൊരു വർക്ക് ഫ്ലോ ഉണ്ടാക്കിയെടുത്ത് ആ രീതിയിൽ പ്രോപ്പർട്ടി ഓണേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു ബിസിനസ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് മൾട്ടിപ്പിൾ അപ്പാർട്ട്മെന്റ്സ് വരാൻ തുടങ്ങി, റെഫറൻസുകളൊക്കെ ഇഷ്ടം പോലെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു 2-3 അപ്പാർട്ട്മെൻ്റൊക്കെ റെൻ്റ് ഔട്ട് ചെയ്തിരുന്ന മുതൽ പിന്നെ 10, 15, 20 അപ്പാർട്ട്മെൻ്റൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്നാണ് അങ്ങ് ഗ്രോ ചെയ്യുന്നത്. പിന്നെ ഏകദേശം കൊറോണയൊക്കെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് അപ്പാർട്ട്മെന്റുകൾ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്, റെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് നല്ലതായതുകൊണ്ടും ഈ പറഞ്ഞ NRIs അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഓണേഴ്സ് ഒക്കെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നോക്കുന്ന ആളുകളായതുകൊണ്ടും പിന്നീട് NRIs ആണ് കൂടുതൽ എൻ്റെ ഒരുവിധം കസ്റ്റമേഴ്സ് NRIs ആണ്. അതുപോലെ HNIs എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം, ഇപ്പം എൻ്റെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഓണർക്ക് തന്നെ 5-6 അപ്പാർട്ട്മെന്റുകളുണ്ട്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ക്ലയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 അപ്പാർട്ട്മെന്റ് കൊച്ചിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ പോർട്ട്ഫോളിയോസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സോ ഉള്ള ആൾക്കാരാണ് എൻ്റെ ബേസിക്കലി എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 2021-22 ശേഷമൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേറെ പുതിയ അപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകളോ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്നെ പോലെ ഒരു വ്യക്തി ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ബൈയിങ് ഒരു സെല്ലിംഗ് എന്നുള്ള ലെവലിലോട്ടും കൂടി നിങ്ങൾ അതിൽ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ആഡ് ഓൺ ചെയ്യണം. അപ്പം ഹാദിയ ആക്ച്വലി ഞാൻ ഈ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റിയൽറ്റർ ബിസിനസ് അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് സെയിൽസ് അറൗണ്ടുള്ള ബിസിനസ്സുകളിലൊന്നും അത് ആൾക്കാരെ, എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും അത് ഒരു പണ്ടത്തെ ബിസിനസ് പോലെ കാണുന്നത്, കുറേ കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ബിസിനസ്സാണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷെ ആ ഒരു ബിസിനസ്സിൻ്റെ ആക്ച്വലി ഇപ്പം നിങ്ങൾക്കതിൽ സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിൽ പ്രോപ്പർ എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഇപ്പോഴും അത് നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണെന്നുള്ളതാണ് ഹാദിയ അത് ആക്ച്വലി പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പം എൻ്റെ മനസ്സിലൊരു റിയൽറ്റർ എന്ന് പറയുമ്പോൾ, റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു മുഖമല്ല ആക്ച്വലി ഹാദിയുടെ അടുത്ത് വന്നപ്പോൾ ഞാനൊരു റിയൽറ്ററെ കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കോമൺ ഫ്രണ്ടാണ് എൻ്റെ പാർട്ട്ണറും കൂടിയായിട്ട് ഷാജർ ഒരു റിയൽറ്റർ ആയിരുന്നു. അപ്പോൾ ഷാജറിൻ്റെ സ്റ്റോറീസും ഷാജറിൻ്റെ കാര്യങ്ങളും ഞാൻ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നിങ്ങൾ ഇപ്പം ഇൻക്ലൂഡിങ് ഹാദി ഓർ ഷാജറിൻ്റെ അറൗണ്ടിലുള്ള റിയൽ എസ്റ്റേറ്റ് അറൗണ്ടുള്ള ബിസിനസ്സിൻ്റെ കാര്യം കേൾക്കുമ്പോൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ റൂപ്പി എന്ന് പറഞ്ഞുള്ള മൂവിയിലൊക്കെ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരെ പൃഥ്വിരാജിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മലയാളികൾക്ക് ഒരു വേറൊരു, എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിലുള്ള പുറത്തുനിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഇതിനെപ്പറ്റി ഒരു മനസ്സിലാവാത്തതുണ്ട്. അപ്പം ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പം ചെയ്യാൻ പറ്റുന്ന
നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഗ്രൗണ്ട് നോളജും അത്യാവശ്യം സെയിൽസ് സ്കില്ലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും ഒരു റിയൽറ്റർ ആവുക എന്നുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ഹാദിയുടെ കാര്യത്തിന് ആഡ് ഓൺ ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഹാദിനെ ആക്ച്വലി ഈ ഒരു പോഡ്കാസ്റ്റോട് ഇൻവൈറ്റും കൂടി ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ആഡ് ഓൺ ചെയ്താണ്, ഇൻട്രോയിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല അത്. സോ നമ്മൾ ഇപ്പം ഹാദി സെയിൽസിലോട്ട് വന്നു. ഓക്കെ, അപ്പം ആദ്യം എനിക്ക് തോന്നുന്നത് ഹൗസ് കീപ്പിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഹൗസ് കീപ്പിങ്ങിൽ എങ്ങനെ ടീമിനൊക്കെ വെച്ചിട്ട് ഞാൻ ഇനീഷ്യലി തുടങ്ങിയ സമയത്ത് എന്നെ സംബന്ധിച്ച് അന്ന് നമുക്ക് ചെറിയ പണികൾ കാറ്ററിങ്ങിന് പോകാന്നൊക്കെ ഉള്ളത് പണ്ടത്തെ സ്ഥിരമായിട്ടുള്ള പരിപാടി. അപ്പോൾ ഒരു വീട് വൃത്തിയാക്കാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അന്നും ഇന്നും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പെർ സ്ക്വയർ ഫീറ്റിന് ഒരു 3 രൂപയ്ക്കാണ് സ്ക്വയർ ഫീറ്റ് ചാർജ് തരിക. അപ്പോൾ ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒരാളായിട്ട് കൂടെ ഹെൽപ്പ് ചെയ്ത് ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ അത് അധികം കാലം ചെയ്തില്ല കേട്ടോ. ആക്ച്വലി ആ ബിസിനസ് ഇന്നും ചെയ്യുന്നില്ല. അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റേജിലാണ് എനിക്ക് പ്രോപ്പർട്ടി റെന്റൽ എന്നുള്ള ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി അത് എളുപ്പമായി. എനിക്ക് ശരിക്കും ആ ഒരു പ്രോപ്പർട്ടി റെന്റൽ ട്രാൻസാക്ഷനിലേക്ക് എത്താനുള്ള ഒരു ഓപ്പൺ ഡോർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഡോർ ആയിരുന്നു ഹൗസ് കീപ്പിംഗ് എന്ന് പറയാം. പക്ഷെ ഇതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല. അല്ല, അതങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളും ലൈഫിൽ ഇങ്ങനെ കോയിൻസിഡന്റ്ലി നടന്നിട്ട് നമ്മളിങ്ങനെ ആ ഡോട്ട്സ് ഫില്ല് ചെയ്യലാണ്. ഇത് സംഭവിച്ചു, ഇത് കിട്ടി എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ സിനാരിയോയിൽ ഇപ്പം ഈ റിയൽറ്റർ ഹാദി എന്നുള്ള ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്കെയിൽ എന്താണ്? നിങ്ങൾ ആക്ച്വലി ഒരു ലാസ്റ്റ് ഇയർ ഒരു എത്ര ട്രാൻസാക്ഷൻസ് ഒക്കെ ഞങ്ങൾ ആക്ച്വലി മോർ ദാൻ 80 crores ട്രാൻസാക്ഷൻ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഡെവലപ്മെന്റ് പ്രൊജക്ട്സിന്റെ സെയിൽസ് ആയിട്ടാണെങ്കിലും പ്രോപ്പർട്ടി റെന്റൽ സെയിൽസ് ആയിട്ടാണെങ്കിലും ക്ലോസ് ടു 100 crores ആണ് നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ. ക്ലോസ് ടു 100 crores പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു നമ്പറാണ്. പക്ഷെ നല്ല ചോദിക്കട്ടെ, ഇപ്പം ഹാദിക്ക് ഇപ്പം എനിക്ക് തോന്നുന്നത് 19 ഇയറിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ നിയർ 24-25 ഇയേഴ്സ്, 24 വയസ്സ്. 24 വയസ്സ്. ഓക്കെ, അപ്പം ഈ വളരെ ഏർലി സ്റ്റേജിൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വളരെ യങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്. ഒരു എസ്പെഷ്യലി ഇങ്ങനത്തെ സെയിൽസ് പീപ്പിൾ ടു പീപ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ബിസിനസ് ആകുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യുന്നിടത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു, കാരണം എപ്പോഴും ആൾക്കാർക്ക് ഉള്ളൊരു കാര്യമല്ല. ഇപ്പോൾ തുടക്കത്തിൽ വളരെ ചെറിയൊരു യങ്ങായിട്ടുള്ള ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ചെറിയ ആളാടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റ് ചോദിക്കുകയാണ്, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? ആക്ച്വലി ആ ചലഞ്ചസ് ആണ് realtorhadi.com അല്ലെങ്കിൽ റിയൽറ്റർ ഹാദി എന്ന് പറഞ്ഞൊരു പേര് തന്നെ. ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അന്ന് ചെറിയ പ്രോപ്പർട്ടി റെന്റൽ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ വീട് ആരും ഏൽപ്പിക്കില്ലായിരുന്നു. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ കീ അറേഞ്ച് ചെയ്യാം, ആളെ കൊണ്ട് കാണിക്കൂ എന്നുള്ളൊരു രീതിയിലേക്കായിരുന്നു അന്ന്. വളരെ ട്രഡീഷണൽ രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്. അപ്പോൾ പ്രോപ്പർട്ടി റെന്റൽ സെയിൽസുകൾ കൂടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം പ്രോപ്പർട്ടി ഓണർ എടുത്ത് എനിക്ക് പ്രോപ്പർട്ടി റെന്റ് ഔട്ട് ചെയ്യാൻ പറയുന്നു പറ്റുന്ന ഒരു സ്റ്റേജിൽ നിന്നും എൻ്റെ ഒരു ബിസിനസ് ഫ്രെയിം വർക്ക് ഞാൻ ഉണ്ടാക്കി. അതായത് ഞാനൊരു പ്രോപ്പർട്ടി റെന്റൽ കൺസൾട്ടന്റ് ആണെന്നുള്ള രീതിയിൽ എന്നെ പൊസിഷൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്നും ഇന്നും എൻ്റെ ഒരു പ്രത്യേകതയാണോ അല്ലെങ്കിൽ പ്ലസ് പോയിന്റ് ആണെന്ന് എനിക്കറിയില്ല, ഞാൻ എപ്പോഴും ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല മെന്റൽ ബ്ലോക്കുകളെ കുറിച്ച് ആലോചിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്തൊക്കെ ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഞാൻ അന്നും ഇന്നും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് പ്രോപ്പർട്ടീസ് തരാതിരുന്നിട്ടുണ്ട്. ഞാൻ പറയാം, ഒരു ബിസിനസ് തുടങ്ങി 2-2.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ധൈര്യമായിട്ട് കീ തന്നിട്ട് ഇത് റെന്റ് ഔട്ട് ചെയ്തിട്ട് എന്താ കാര്യങ്ങൾ വെച്ചാൽ ഹാദിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, റെന്റ് എത്രയാണെന്ന് വെച്ചാൽ അക്കൗണ്ടിൽ ഇട്ടാൽ മതി, എഗ്രിമെന്റോ കാര്യങ്ങളോ എന്താ വെച്ചാൽ വിളിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നത്. അത് ഞാൻ എൻ്റെതായ ഒരു ഫ്രെയിം വർക്ക് സെറ്റപ്പ് ചെയ്തു, എൻ്റെതായ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് സെറ്റപ്പ് ചെയ്തു. പണ്ട് ഈ പറയുന്ന തമാശയ്ക്ക് പറയുമ്പോൾ മുണ്ടും ഒരു ബാഗും എടുത്ത് കിടക്കുന്ന ഒരു ബ്രോക്കർ സ്റ്റൈലിൽ നിന്ന് ഞാൻ ടൈ ഇട്ടുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അത് ഒരു യൂണിക്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രോപ്പർട്ടി വീഡിയോസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് പ്രോപ്പർട്ടി റെന്റലിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസ്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ ചെറിയ അതായത് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് എപ്പോഴും റിയൽ എസ്റ്റേറ്റ്, ഇപ്പോൾ റിയൽറ്റർ ഹാദി എന്ന് പറയുന്ന ഒരു പേര് വേറൊരു ബ്രാൻഡ് നെയിം ഒന്നും ഉണ്ടാക്കാതെ ഞാൻ ചെയ്തതിൻ്റെ കാരണം റിയൽ എസ്റ്റേറ്റ് എപ്പോഴും പീപ്പിൾ ടു പീപ്പിൾ ബിസിനസ് ആണ്. ഇന്നും എന്നെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ ദുബായിലും അല്ലെങ്കിൽ സിംഗപ്പൂരിലും മലേഷ്യയിലൊക്കെ ആയിരുന്നു ബിസിനസ് പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, കാണുപോലും ചെയ്യാതെ. ഓക്കെ, ആദ്യം എങ്ങനെയുണ്ട് കൊള്ളാമോ, ഒരു വീഡിയോ കോൾ ചെയ്ത് ചിലപ്പോൾ ആ പ്രൊജക്ട് നടക്കുന്ന സ്ഥലം പോലെ ആ പ്രോപ്പർട്ടി കണ്ടിട്ട് എന്നെ വിശ്വസിച്ചിട്ടാണ് മേടിക്കുന്നത്. അതെ, റിയൽ എസ്റ്റേറ്റ് തീർച്ചയായിട്ടും ഒരു ട്രസ്റ്റിന്റെ ഗെയിം ആയതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി, ഓക്കെ, റിയൽറ്റർ ഹാദി എന്ന പേരിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അതിനോടുള്ള വിശ്വാസം എന്നോട് ഓപ്പറേറ്റ് ചെയ്യാനാണ്. ഇപ്പം എൻ്റെ ഓഫീസിൽ ഒരു 2-3 സ്റ്റാഫുകൾ 4 സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ റിയൽറ്റർ ഹാദി ഞാനെന്ന വ്യക്തിയോട് ബിസിനസ് ചെയ്യാനാണ് ആൾക്കാർക്ക് താല്പര്യം. അപ്പം അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പേര് ബിൽഡ് ചെയ്തതും ഈ പറഞ്ഞ പല ഡ്രോബാക്കുകളും പല ചെറിയ പയ്യന എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി ഞാൻ എൻ്റെതായ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് യൂണിക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നിനും പേടിച്ചിരുന്നില്ല, ഒന്നും പേടിക്കുന്നില്ല, പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓൾ ഗുഡ്.
ഓക്കെ. അല്ല ആക്ച്വലി അപ്പം അത് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെയുള്ള കാര്യം പ്രേക്ഷകരിൽ പല ആൾക്കാർക്കും അതുണ്ടാവും. എസ്പെഷ്യലി ഇങ്ങനെ ഈ പീപ്പിൾ ടു പീപ്പിൾ ബിസിനസ്സിൽ ഡയറക്റ്റ്ലി ഇറങ്ങുമ്പോൾ അപ്പോൾ ഒരു ചെറിയൊരാൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ ആൾക്കാരെ കാണുന്നുണ്ടാവില്ല, അത് ത്രൂ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ ഡയറക്റ്റ്ലി ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ കുറേ ചലഞ്ചസ് എന്തായാലും ആദ്യം ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ പിന്നെ വേറൊരു കാര്യം, ഇപ്പം ആദ്യം കൊച്ചിക്കാരനല്ല, ഓക്കെ, തൃശ്ശൂരിൽ നിന്നാണ് ആദ്യം വരുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കൊച്ചി പോലൊരു സിറ്റിയിലോട്ട് മൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു എസ്പെഷ്യലി ഒരു ഗ്രൗണ്ട് ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ചലഞ്ചസ് പോയി ചെയ്തിട്ടുണ്ടോ? ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷം പറഞ്ഞ പ്രോപ്പർട്ടി റെൻ്റൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും രാവിലെ ബൈക്ക് എടുത്ത് ഇറങ്ങിക്കൊണ്ടാണ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയ വ്യക്തിയാണ്. പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നെ ഈ വലുപ്പത്തിലും ഈ പ്രായത്തിലും എൻ്റെ അടുത്ത് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലാൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഡീലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള നോളേജും അല്ലെങ്കിൽ അത്യാവശ്യം അതിനെക്കുറിച്ചുള്ള ഒരു നോളേജ് ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പല അപ്പാർട്ട്മെൻറ്റുകളിൽ കയറി അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് ബിസിനസ് ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് പറഞ്ഞ പോലെ അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. മനസ്സിലായി. അതായത് എനിക്ക് തോന്നുന്നു ഈ ഗ്രൗണ്ട് നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ, എനിക്കൊന്ന് എസ്പെഷ്യലി ദുബായ് റിയൽ എസ്റ്റേറ്റിലൊക്കെ തോന്നുന്നു ഒരുപാട് പേര് വീഡിയോസ് ഇട്ടിട്ട് പ്രോപ്പർട്ടി സെല് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ മീൻ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ഇങ്ങനെ ഇത് വരും. ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അവർ വീഡിയോസൊക്കെ ചെയ്യും, ചിലപ്പോൾ കുറച്ച് വീഡിയോസ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നിർത്തും. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ മാത്രം ഉള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുകൾ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇതിൽ സ്ട്രക്ചറായിട്ട് ഈ ബിസിനസ്സിനെ ആദ്യം കണ്ടു തുടങ്ങിയിടത്താണ് എനിക്ക് തോന്നുന്നത് ഈ കസ്റ്റമേഴ്സ് ആദ്യം ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു പോയിന്റ് ഉള്ളത്. ഓക്കെ, സോ നമ്മുടെ ഈ റിയൽട്ടർ ഹാദിയുടെ ഒരു നെക്സ്റ്റ് ഫേസ് എന്താണ്, എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ലെക്സ് വില്ല എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്, ഒരു പ്രൊജക്റ്റ് കണ്ടായിരുന്നു. ഈ എൻ്റെ ബ്രോഷറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണ് ആക്ച്വലി ലെക്സ് വില്ല? ലെക്സ് വില്ല ആക്ച്വലി ഞാൻ ഈ പ്രോപ്പർട്ടി റെൻ്റൽ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കുറേ കാലമായിട്ട് കുറേ അപ്പാർട്ട്മെൻറ്റുകളും കുറേ പ്രൊജക്റ്റുകളും കുറേ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഇപ്പം നിങ്ങളൊരു ഫ്ലാറ്റ് മേടിച്ചു കൊച്ചിയിൽ, അത് റെൻറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ അത് റെൻറ്റിന് കൊടുത്ത് എൻഡ് ഓഫ് ദ ഡേ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് നിങ്ങളുടെ കയ്യിൽ കറങ്ങി തിരിഞ്ഞ് വരുന്നത് എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ കുറേ കാലമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി പല ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പല പ്രൊഡക്റ്റുകളിലും റോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല മിസ്പെർസെപ്ഷൻ കാരണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആക്ച്വലി പ്രൊഡക്റ്റ് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി റെൻ്റൽ നിങ്ങളൊരു സ്ഥിര വരുമാനത്തിനായി ഒരു പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് പ്രൊഡക്റ്റാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിനൊരു ഉത്തരവാണ് ലെക്സ് വില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലെക്സ് വില്ല എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹോളിഡേ റെൻ്റൽ പ്രോപ്പർട്ടിയാണ്. അതായത് ഇപ്പോൾ കൊച്ചിയിൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ട്രാവൽ ഹിസ്റ്ററി, ഇപ്പോൾ ആസ് പെർ ഗവൺമെൻറ് പുറത്തുവിട്ട ഡാറ്റ പ്രകാരം 1.5 കോടി ആൾക്കാർ കേരളത്തിലോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഡൊമസ്റ്റിക് ട്രാവലേഴ്സായിട്ടും ഫോറിൻ ട്രാവലേഴ്സായിട്ടും. അപ്പോൾ ഈ ട്രാവൽ ചെയ്ത ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ ആലപ്പുഴ, അതുപോലെ മൂന്നാർ, അതുപോലെ ട്രിവാൻഡ്രം, കൊച്ചി ഇതുപോലുള്ള ഹോട്ട്സ്പോട്ടുകളിലാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊച്ചിയിൽ വരുന്ന സമയത്ത് ഇതൊക്കെ സീക്ക് ചെയ്യുന്ന ഷോർട്ട് ടൈം റെൻ്റൽസും സ്റ്റേക്കേഷൻ ഹോമുകളൊക്കെയാണ്. Airbnb ഒക്കെ പോലുള്ള Airbnb പ്രോപ്പർട്ടികളാണ്. ഇപ്പോഴും Airbnb അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ലെങ്കിലും, കാരണം Airbnb-നെ സംബന്ധിച്ച് Airbnb-ക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് പ്രോപ്പർട്ടി ഹോസ്റ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാനും ആൾക്കാർ പലപ്പോഴും ഫെയിലിയർ ആവുന്നതുകൊണ്ട് Airbnb ഒരു പരിധി വരെ ഉണ്ട് എന്ന് പറയാം. എന്നാലും ഷോർട്ട് ടൈം റെൻ്റൽസും ഡയറക്റ്റ് സെയിൽസാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്കൊരു പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ട്, വളരെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ നോർമലി ഒരു ഫ്ലാറ്റിൽ നിന്ന് ഒരു 4%, 3% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇയർലി കിട്ടുന്ന പ്രൊഡക്റ്റിൽ നിന്നും ഞാനൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ അതിന് ഒരു 10% അല്ലെങ്കിൽ 9% ഇയർലി റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും അതിന് വേണ്ട ഒരു മാനേജ്മെൻറ്റ് സർവീസും കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കുന്ന ഒരു ആശയമായിരുന്നു ലെക്സ് വില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ ലെവലിൽ ഇപ്പോൾ ഓൾറെഡി അതൊരു 50% പ്ലസ് ബുക്കിംഗ് നമുക്ക് കഴിഞ്ഞു, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഫേസ് നോക്കുന്നുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ട്. ഷോർട്ട് ടേം റെന്റൽ കമ്പയർ ടു ഈ ലോങ് ടേം റെന്റലിനേക്കാളും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന ഒരു അതെ ഷോർട്ട് ടേം റെന്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു ലെക്സ് വില്ലയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാലി വില്ല കൾച്ചർ തീമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് ഒരു സ്റ്റേക്കേഷന് വരുന്ന ആൾക്ക് ഒരു ചെറിയൊരു പ്രൈവറ്റ് പൂളും അതുപോലെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു അമ്യൂണിറ്റീസും കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലി ഷൈൻ ബൈക്ക് ഒരു ഷോർട്ട് ടൈം റെന്റലിന് ഒരു Airbnb പ്രോപ്പർട്ടി ആക്കാൻ ഒരു പ്രോപ്പർട്ടി മേടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ നിങ്ങളൊരു പ്രോപ്പർട്ടി ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റിൽ മേടിച്ചു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു Airbnb പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഷോർട്ട് ടൈം സ്റ്റേ റൺ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഒന്നാമത് ഈ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇത് ഓൾറെഡി ഫാമിലീസ് താമസിക്കുന്നുണ്ടോ, പേഴ്സണൽ ആവശ്യങ്ങളായിട്ട് ഫ്ലാറ്റുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ
ഡൽഹിയല്ല ബാംഗ്ലൂർ പോയ സമയത്ത് ഡൽഹിയിലും നമ്മൾ Airbnb എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് കുറച്ച് പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പാർക്കിംഗ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര ക്ലോസ്ഡ് സ്പേസസിലാണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഗല്ലികളിലാണ് Airbnbs ഉണ്ടായിരുന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ Airbnb എടുത്തപ്പോൾ നമ്മുടെ ഓണർ നമ്മളോട് പറയുകയും ചെയ്തു, ഒരു ഫ്ലാറ്റ് ആയിരുന്നു പ്രസ്റ്റീജിൻ്റെ. ഓണർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ Airbnb എന്ന് പറയരുത്, ഗസ്റ്റാന്ന് പറഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെ കയറ്റിയത്. അപ്പം നമ്മളതിനെ പറ്റി അങ്ങനെ ആലോചിക്കുകയും ചെയ്തിരുന്നു. Airbnb ആക്ച്വലി ഇങ്ങനെ ഒരു ചലഞ്ച് ഉണ്ട്, ഈ ഒരു എസ്പെഷ്യലി കമ്മ്യൂണിറ്റീസ് ലെവലിലൊക്കെ അവരങ്ങനെ അത്ര അതിനെ എൻ്റർടൈൻ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റ് മേടിച്ചു, അതിനകത്ത് Airbnb ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റോങ് ചോയ്സ് ആണ്. കാരണം അതൊരിക്കലും ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോൾ എന്നെ പോലെ ഒരു വ്യക്തി ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു പ്രൊജക്ട് മേടിച്ചത് എനിക്ക് എൻ്റെ ഫാമിലിയായിട്ട് താമസിക്കാം. അവിടെ ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അവിടെ വരും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി റെൻ്റലാണ് നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുള്ള ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് റെന്റ് മേടിക്കുക എന്ന് പറയുന്ന ഐഡിയൽ ഓപ്ഷൻ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലെക്സ്വില്ല എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കൊണ്ടുവന്നത്. ഒരു അഫോർഡബിൾ സൈസിങ്ങിൽ എന്താണ് ഒരു പ്രോപ്പർട്ടി റെന്റലിന് ആവശ്യമായ കോമ്പണൻസ് അത് കൊണ്ടുവന്നുകൊണ്ട് ഒരു അഫോർഡബിൾ സൈസിൽ, എന്നാൽ അതിൽ നിന്ന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നല്ലപോലെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലെക്സ്വില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ realtor.com അടുത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും കൂടിയാണ്. കാരണം നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ ഫിസിക്കലി ആണ്. പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നു, ബിൽഡേഴ്സിൻ്റെ പ്രോപ്പർട്ടി സെല് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡിജിറ്റൽ വെർഷനുമായിട്ട് ഇങ്ങനെ വരാനാണ് അടുത്തൊരു ഫേസിലോട്ടുള്ള ഒരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഡിജിറ്റൽ വേർഷൻ്റെ ഭാഗമായിട്ടാണ് ആസ് എ കൺസൾട്ടൻറ്റ് എൻ്റെ ടീം ആദ്യം മീറ്റ് ചെയ്യുന്നതും നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ. എനിക്ക് തോന്നുന്നു സൂൺ നമ്മൾ അതിൻ്റെ വേറെ ഡിസ്കഷൻ നമ്മൾ അടുത്തൊരു വേറൊരു വീഡിയോയിൽ നമ്മളത് പറയുന്നതായിരിക്കും. Airbnb ബിസിനസ്സിനെ പറ്റി എനിക്ക് കുറച്ചൊരു കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ഞാനും ഈ പുറത്തൊക്കെ പോയ സമയത്ത്, UAE പോയ സമയത്തും നമ്മൾ ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് Airbnb മാക്സിമം എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. കാരണം എനിക്കൊന്നൊരു ഹോട്ടൽ റൂമിനേക്കാളും നമുക്ക് കുറച്ചൊരു പീസ്ഫുൾ ആയിട്ടൊക്കെ ആസ് എ ഫാമിലി നിൽക്കാനും, ഹോട്ടൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് അഫോർഡബിളും ആയിരിക്കും. ഓക്കെ, പക്ഷേ ഒരു ഫ്ലാറ്റിൻ്റെ കേസിൽ നോക്കുമ്പോൾ ആ ഫ്ലാറ്റിന് മന്ത്ലി കിട്ടുന്ന റെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലായിരിക്കും കമ്പൈൻഡ് ആയിട്ട് Airbnb എന്നുള്ള വരുമാനം. അപ്പോൾ എല്ലാ തവണയും ഞാനും പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് Airbnb ട്രാവൽ ചെയ്യുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കും Airbnbക്ക് ഒരു ബിസിനസ് തുടങ്ങണം, എന്തായാലും നമുക്കൊരു ഫ്ലാറ്റ് റെൻ്റിന് എടുത്തിട്ട് Airbnb ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പോൾ അതിലെനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ആക്ച്വലി ഇത് ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ട്രാവലേഴ്സ് വരുന്നതും ഡാറ്റയൊക്കെ വെച്ചിട്ട് Airbnb ബിസിനസ് കേരളത്തിൽ ബൂമിംഗ് ആണെന്നാണോ ആദ്യയുടെ ഒരു ഒപ്പീനിയൻ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ കൊച്ചിയിൽ ആക്ച്വലി പ്രോപ്പർട്ടി റെൻ്റൽ ബിസിനസ്സിലായതുകൊണ്ട് തന്നെ ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് ചിലപ്പോൾ ഒരു 30 ലീഡ് 40 ലീഡ് ചിലപ്പോൾ ഒരു 100 ലീഡോളം വരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് എൻക്വയറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ റെൻ്റലിനായിട്ട്. അപ്പോൾ നമ്മളൊരു 100% എൻക്വയറി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 30 to 40% ആൾക്കാരും ഷോർട്ട് ടൈം സ്റ്റേക്കായിട്ട് കൊച്ചി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കാക്കനാട് സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അറിയാലോ ഇൻഫോ പാർക്കാണുള്ളത്. അപ്പോൾ ഇൻഫോ പാർക്കിൽ വരുന്ന സമയത്തും സ്ഥിരമായിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ വിസിറ്റിന് വരുന്ന പല ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഹോട്ടൽസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുലു മാരിയറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഹയാത്ത് ഉണ്ട്, ഇപ്പോൾ കാക്കനാട് വന്നിട്ടുണ്ടെങ്കിൽ ഹോട്ടലുണ്ട്, അങ്ങനെ കുറച്ച് വിരലിൽ നിന്നാവുന്ന ഹോട്ടൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമലി വരുന്ന സമയത്ത് ഹോട്ടൽസിൻ്റെ പ്രൈസ് ചില സമയത്ത് ടു സം എക്സ്റ്റെൻറ്റ് നല്ല ഹൈക്കുള്ള പ്രൈസസ് ആയിരിക്കും. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഈ നോർത്ത് ഇന്ത്യൻസൊക്കെയാണ് പ്രത്യേകിച്ച് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഈ ഷോർട്ട് ടൈം സ്റ്റേസ് ഒരുപാട് നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വിളിക്കുമ്പോൾ പല ആൾക്കാർ ചോദിക്കും, ഓക്കെ എനിക്കൊരു ഒരാഴ്ചയ്ക്ക് ഒരു ഷോർട്ട് ടൈം സ്റ്റേ കിട്ടും, അല്ലെങ്കിൽ വരുന്ന സമയത്ത് മാത്രമല്ല അല്ലെങ്കിൽ 2 മാസം ട്രൈസ് ലീവ് വരുമ്പോൾ എനിക്ക് ഷോർട്ട് ടൈം സ്റ്റേ സെറ്റാക്കി തരാനായിട്ട് പറ്റുമോ എന്നൊക്കെ പല എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ Airbnb മോഡൽ വരുമ്പോൾ ഫോർ ദ ടൈം ബീൻ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു ക്രൗഡും അല്ലെങ്കിൽ ഇവിടെ വന്നു പോകുന്ന ആൾക്കാരുടെ നമ്പർ ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെയുള്ള ഒരു മെട്രോ സിറ്റി കൊച്ചി മാത്രമാണ്. അപ്പോൾ ഒരു വീക്കെൻഡോ അല്ലെങ്കിൽ ഒരു ലീവൊക്കെ വരുമ്പോൾ നമുക്ക് കൊച്ചി കണ്ടിട്ട് വരാമെന്ന് പറയുന്ന ഒരു നേച്ചർ ഞാൻ പലപ്പോഴും നോർമൽ ഇപ്പോൾ ഈ നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ഫാമിലീസ് പറയും, ഓക്കെ നമുക്ക് ലുലുന്ന് പോകാം, നമുക്ക് അവിടെ ഒരു 2 ദിവസം സ്റ്റേ ചെയ്യാം, ഒന്ന് കറങ്ങാം എന്നൊക്കെ പറയുന്ന പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ കൊച്ചിയിൽ ഞങ്ങൾ ആക്ച്വലി ഒരു Airbnb പ്രോപ്പർട്ടി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ Airbnb ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടേം ആയിട്ടാണ്. കാരണം ഞങ്ങൾ ഡയറക്റ്റ് സെയിൽസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് Airbnbയുടെ ഹെൽപ്പ് അധികം ആവശ്യമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് സെയിൽസ് ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഓൺ എ ഡെയിലി ബേസിസ് ആണ് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചാർജ് ചെയ്യുന്ന ഒരു 1 bedroom ഒരു ഗ്ലാസ് ഹൗസ് ആണ്. ഇപ്പോൾ കാക്കനാടിലാണ് ലൊക്കേഷൻ. ഞാൻ ഇടയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി ഒരു 40 to 45% എപ്പോഴും മന്ത്ലി ബേസിസിൽ ഓക്യുപ്പൻസി ഉണ്ട്. ഡയറക്റ്റ്ലി ആണ് ചെയ്യുന്നത്. Airbnb അല്ല ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യുമ്പോൾ നമ്മൾ അതിന് ചാർജ് ചെയ്യുന്ന ഒരു 10,000 രൂപയാണ് ബെയർ മിനിമം ഒരു ദിവസം ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ക്രൗഡിനെ മാത്രം നോക്കുന്നുള്ളൂ.
ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനീഷ്യലി ലിസ്റ്റ് ചെയ്ത സമയത്ത് ഓക്കെ അറിയുന്നില്ല നോക്കാമെന്നുള്ള ഒരു രീതിയിലൊക്കെ ആയിരുന്നു. പിന്നീട് ഇത് പോപ്പുലർ ആവാൻ തുടങ്ങിയപ്പോൾ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ മന്ത്ലി ബേസിൽ നമുക്ക് ഇത് 40% എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു നമ്പറാണ്. 10,000 വെച്ച് നമുക്കൊരു 5, 6, 7 ബുക്കിംഗ് കിട്ടിയാൽ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള റവന്യൂ അതിനകത്ത്. കാക്കനാടൊക്കെ ഒരു ഫ്ലാറ്റിന്റെ ഒരു വീടിന്റെ റെന്റ് എന്നൊക്കെ പറയുമ്പോൾ 30 to 50K ഒക്കെ വരുന്ന ഒരു റേഞ്ചിൽ വരുന്നിടത്ത് ഡെയിലി ഒരു 10,000. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു റെന്റൽ കിട്ടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതും ഒരു ഓപ്ഷനാണ്. പക്ഷേ എയർബിഎൻബിയിൽ വരുന്ന സമയത്ത് ഇവിടെ മാനേജ് ചെയ്യേണ്ട ആൾ വേണം എന്നുള്ളതാണ് അടുത്തൊരു കൺസേൺ. ഇപ്പോൾ നിങ്ങൾ എയർബിഎൻബിയിൽ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹോസ്റ്റിങ്ങിനായിട്ട് ഒരാൾ എപ്പോഴും വേണം, ക്ലീനിങ് സർവീസസും അതിന്റെ ഈ പറഞ്ഞ ഒരു ഹോട്ടലിൽ വരുന്ന പോലുള്ള തീർച്ചയായിട്ടും അവിടെ ഇരുന്നും അതിൻ്റെതായ ലോണ്ടറി ആയിട്ടാണെങ്കിലും അതിൻ്റെ ഒരു രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരാൾ വേണം. അപ്പോൾ NRIക്കുള്ള അടുത്തൊരു ചോദ്യമാണ് എയർബിഎൻബി പ്രോപ്പർട്ടി മേടിച്ചിട്ട് ഇത് ആരും നോക്കുന്നുള്ളത്. അപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നപ്പോൾ ഒരു പ്രോപ്പർട്ടി റെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കും ഈസിലി അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് വരുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് മോഡലിലാണ് നമ്മളും എയർബിഎൻബി റൺ ചെയ്യുന്നത്, ഒരു ഫിക്സ്ഡ് താരിഫിലല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി ഓണർ ആണ്, ഇപ്പോൾ ഞങ്ങളുടെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടൈം റെന്റലിന് പറ്റിയ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മളതൊരു പ്രോഫിറ്റ് ഷെയറിംഗ് ബേസിസിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് എവർ ദ ബിസിനസ് ഇസ് ഹാപ്പനിങ് നമ്മൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് അത് പോകുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങും ഹോസ്റ്റിംഗ് മുതൽ A to Z എല്ലാ കാര്യങ്ങളും end to end നമ്മൾ തന്നെ ചെയ്യും. നമ്മളതിന് പ്രോഫിറ്റ്സ് ചാർജ് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ഹാദി പറഞ്ഞത് വെച്ചിട്ട് ശരിക്കും ഒരേ സമയം റിയൽറ്റേഴ്സിനും അതേപോലെ ഹൗസ് ഓണേഴ്സിനും ഒരേപോലെ വാല്യൂ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഷോർട്ട് ടേം റെന്റൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ എയർബിഎൻബി ആണ് ഈ ഒരു കൺസെപ്റ്റ് എനിക്ക് കൊണ്ടുവന്നു തോന്നുന്നു. എയർബിഎൻബി എന്ന് പറഞ്ഞ ടേം ആണ് അതിനെ ആക്ച്വലി സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. എയർബിഎൻബി ഒരു പ്ലാറ്റ്ഫോം ആണ്, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം. എയർബിഎൻബി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആണ്. ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ട് ടേം റെന്റലായിട്ടുള്ള പ്രോപ്പർട്ടീസ് കിട്ടും. ഏത് ടൂറിസ്റ്റ് പ്ലേസസ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ കമ്പയർ ടു നമ്മുടെ മന്ത്ലി ഇയർലി റെന്റൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡേക്ക് നിങ്ങൾ ഒരു കമ്പാരിറ്റീവ്ലി റീസണബിൾ എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങളത് ഹോട്ടൽസിനെ വെച്ചാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സിറ്റിയിൽ ഒരു ഹോട്ടൽ 10,000 രൂപ 20,000 രൂപ ഒക്കെ ഒരു സിംഗിൾ റൂമിന് കോസ്റ്റ് വരുന്നിടത്ത് അതേ പ്രൈസിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ഫ്ലാറ്റ് ചിലപ്പം അവൈലബിൾ ആവും. ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് മോസ്റ്റ്ലി അത് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ ദ റിയൽറ്റർക്കും അതേപോലെ ഹൗസ് ഓണർക്കും ഒരേപോലെ വാല്യൂ ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതിൽ പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ സെല്ലിങ്ങിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പം ആക്ച്വലി ഈ സെയിൽസിൻ്റെ കേസിൽ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഡിറക്ഷൻ, എങ്ങനെയാണ് സെയിൽസ്? ഞാൻ ആക്ച്വലി ഇപ്പോൾ സെയിൽസ് തന്നെ പല പ്രോപ്പർട്ടീസും പല ടൈപ്പ് പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പം ഞാൻ മോസ്റ്റ്ലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സുകളാണ്. ഇപ്പോൾ പുറങ്കര ശോഭ പോലുള്ള കമ്പനീസിൻ്റെ പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അണ്ടർ കൺസ്ട്രക്ഷൻ ലെവലിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓഫ് പ്ലാൻ ലെവലിലാണ് ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റെ ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ ബെസ്റ്റ് പേയ്മെൻറ്റ് പ്ലാൻസിൽ സെല് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ആക്ച്വലി ഒരു ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് അണ്ടർ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ലെസ് പ്രീമിയത്തിൽ പർച്ചേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഡെവലപ്മെൻറ്റുകളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഒരു ഹൈക്ക് വരുന്ന ഒരു അപ്രിസിയേഷൻ വരുന്ന പോയിന്റ് ലൈൻ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ആ ഒരു മോഡലിൽ നമുക്ക് ഒരു ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആക്ച്വലി ചില ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ റെഡി ടു മൂവ് പ്രോപ്പർട്ടി മേടിച്ചത് റെൻറ്റിന് കൊടുത്ത് റവന്യൂ ഉണ്ടാക്കാൻ നോക്കും. കുറച്ച് കഴിഞ്ഞ് ബ്രോക്കറേജും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് ഇതിലൊരു ലാഭവും ഇല്ല എന്ന് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രൊഡക്റ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങളൊരു കാക്കനാട് പോലെ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഒരു ലാൻഡഡ് ഹൗസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് വേറെയാണ്, ഒരു ഫ്ലാറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് വേറെയാണ്. അപ്പോൾ അത് പർപ്പസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ലെവലിലുള്ള പ്രൊജക്റ്റുകളാണ് ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ ബെസ്റ്റ് പേയ്മെൻറ്റ് പ്ലാൻസിൽ ഇപ്പോൾ സെല് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റീസെയിൽ സമയം വരുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതും ചെയ്യുന്നുണ്ട്. അതെനിക്കൊരു പുതിയ കാര്യമാണ് ആക്ച്വലി. അപ്പോൾ ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഫ്ലാറ്റുകൾ വാങ്ങുമ്പോൾ നമ്മൾ റെഡി ടു ഓക്യുപ്പൈ ഫ്ലാറ്റുകൾ വാങ്ങിയിട്ട് പിന്നെ അതിന് ചിലപ്പോൾ ചിലതിന് അപ്രീസിയേഷൻ പറ്റില്ല. മേ ബി ആ ലൊക്കേഷൻ്റെ പ്രശ്നമായിരിക്കും. അപ്പം അണ്ടർ കൺസ്ട്രക്ഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല കോസ്റ്റിന് ചിലപ്പം ഇത് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ബയർ എന്നുള്ളത് നല്ല വാല്യൂ ഉണ്ടാവില്ല. ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമുക്കത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ വേണമെങ്കിൽ നമുക്ക് സെല് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അതിലുണ്ട്. പിന്നെ ആ പ്രൊഡക്റ്റിൽ തന്നെ പല ഡൈനാമിക്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എയർബിഎൻബിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതും റിയൽ എസ്റ്റേറ്റിൽ ഒരു ഓപ്ഷൻ മാത്രമാണ്. പല രീതിയിൽ ഇതേപോലെ കമേഴ്ഷ്യൽ സ്പേസസ് അവൈലബിൾ ആണ്. പല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഈ റെസിഡൻഷ്യൽ റെൻ്റലിൽ തന്നെ ഇപ്പോൾ നമുക്കൊരു 60 ലക്ഷം രൂപ ടു 65 ലക്ഷം രൂപ റേഞ്ചിലാണ്, അല്ലെങ്കിൽ 70 ലക്ഷം രൂപ മാക്സിമം റേഞ്ച് കൊണ്ടിലാണ് ഇപ്പോൾ കാക്കനാട് പോലെ ഒരു ലൊക്കേഷനിൽ ഉള്ള റെൻ്റൽ പ്രോപ്പർട്ടിയുടെ നമ്മൾ മേടിക്കേണ്ട ഒരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ആ ഒരു റേറ്റിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ
ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനകത്ത് നിന്ന് റെൻ്റൽ വൈസ് അതിന് വാല്യൂ അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഏത് പ്രോപ്പർട്ടി ആണെങ്കിലും ഒരു 70 ലക്ഷം രൂപയുടെ താഴെ നിൽക്കുന്ന പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ROIക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഡിപ്പെൻഡഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എൻഡ് യൂസർ ഹോം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി എൻഡ് യൂസർ ഹോംസിൽ വർക്ക് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ പ്രോപ്പർട്ടീസ് ആണ്. അതുകൊണ്ടാണ് ലെക്സ്വില്ലി ആയിട്ട് വന്നത് ഇപ്പോൾ നിലവിൽ. കാരണം കൂടുതൽ ബിൽഡേഴ്സിൻ്റെ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഹൈ പ്രീമിയം ആണ് വരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ചില പ്രൊജക്റ്റുകളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, ചില പ്രൊജക്റ്റുകളിൽ മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ എടുത്ത് നോക്കുമ്പോൾ വളരെ ലിമിറ്റഡ് ആണ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു പ്രൊഡക്റ്റ് ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ട്രയൽ ആൻഡ് എറർ ആയിട്ട് Airbnb പ്രോപ്പർട്ടി ഓൾറെഡി റൺ ചെയ്ത് നോക്കി. അപ്പോൾ സൗണ്ട്സ് വെരി പ്രോഫിറ്റബിൾ. അപ്പോൾ അങ്ങനെയാണ് ലെക്സ്വില്ല കൊണ്ടുവന്നത്. അതേപോലെ പല ബിൽഡേഴ്സും ഇതുപോലെ ചെറിയ ടിക്കറ്റ് സൈസിലും റെൻ്റലിന് പറ്റിയ പ്രോപ്പർട്ടീസും കുറേ നമ്മുടെ നാട്ടിലെ കൊച്ചിയിലെ ബിൽഡേഴ്സ് തന്നെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇനിയാണ് എനിക്ക് ആ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാരണം നമ്മുടെ പ്രേക്ഷകരിൽ പല ആൾക്കാരും ഈ വീഡിയോ കാണുന്നത് ഒരു മേ ബി എനിക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഒരു റിയൽറ്റർ ആവണം, അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് അറൗണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹാദിയാണ് അതിന് ആൻസർ ചെയ്യാനൊരു റൈറ്റ് പേഴ്സൺ. അപ്പോൾ ഒരു ന്യൂബി എന്നുള്ള ലെവലിൽ ചോദിക്കുകയാണ്, ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ അയാൾക്കൊരു ആൻസർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ റിയൽറ്റർ ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു റവന്യൂ, അതിൻ്റെ ഒരു ഡൈനാമിക്സ് ഒക്കെ ഒന്ന് പറയാമോ? ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്തോട്ട് വരുന്ന സമയത്ത് ആൾക്കാർ പലപ്പോഴും ഫെയിൽഡ് ആവുന്ന ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പോൾ പലരും റിയൽ എസ്റ്റേറ്റിലേക്ക് വലിയ പൈസ ആഗ്രഹിച്ച് വരുന്ന സമയത്ത് ഇന്ന് ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യാൻ നടക്കും, നാളെ ഒരു പ്രോപ്പർട്ടി റെൻ്റ് ചെയ്യാൻ നടക്കും, അല്ലെങ്കിൽ നാളെ ഒരാൾ ചോദിക്കുകയാണ് ഒരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ മേടിക്കണം എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി പ്രോപ്പർട്ടി നോക്കാൻ നടക്കും. അപ്പോൾ ഇതിനകത്തൊരു ഡയറക്ഷൻ ഇല്ലാതെ സഞ്ചരിക്കാനാണ് എപ്പോഴും ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു ഫെയിലിയർ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് റിയൽ എസ്റ്റേറ്റിൽ വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സെയിൽസ് സ്കില്ലുള്ള ഒരാൾക്കാണ് റിയൽ എസ്റ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാരായിട്ട് സംസാരിക്കാനും ആ ഒരു കോൺഫിഡൻസും ഇനീഷ്യലി ചിലപ്പോൾ അത് ഉണ്ടാവില്ലെങ്കിൽ പോലും ആ ഒരു അപ്രോച്ച് ആയിരിക്കും എപ്പോഴും റിയൽ എസ്റ്റേറ്റിലെ റിലേഷൻഷിപ്പ് ബിസിനസ് ആയതുകൊണ്ട് എപ്പോഴും ആൾക്കാരോട് സംസാരിക്കുക, ഇടപഴകുക, നെറ്റ്വർക്ക് ചെയ്യുക, ഇതായിരിക്കും ഇതിനകത്തുള്ള മേജർ ആയിട്ടുള്ള കോർ കീ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്തോട്ട് വരുന്ന സമയത്ത് ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ തന്നെ പ്രോപ്പർട്ടി സെല്ലിംഗ് ഏജൻറ്റും പ്രോപ്പർട്ടി ബൈയിങ് ഏജൻറ്റും എന്ന് പറഞ്ഞ 2 കാറ്റഗറീസ് ഉണ്ട്. അതായത് നിങ്ങളൊരു പ്രോപ്പർട്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസും ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി ഓണറാണ്, അത് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന ഏജൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ധാരണയില്ല. അപ്പോൾ ഒന്ന് സെല് ചെയ്യാനുള്ള ആളായിട്ടും വർക്ക് ചെയ്യും, ചിലപ്പോൾ ബൈ ചെയ്യാനായിട്ടുള്ള ആളായിട്ടും വർക്ക് ചെയ്യും. ഒരു ഡയറക്ഷൻ ഇല്ലാതെ സഞ്ചരിക്കുമ്പോഴാണ് ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത്. എല്ലാം കൂടെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊരു ഭയങ്കര അതെ ഇത് അപ്പോൾ ശരിക്കും പല ആൾക്കാർക്കും അറിയില്ല ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രോപ്പർട്ടി സെല്ലിംഗ് ഏജന്റ് ആണ്. അതായത് ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോപ്പർട്ടി റെൻ്റലിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയോ 2 പ്രോപ്പർട്ടിയോ ഓൺ ചെയ്യുന്ന റെൻ്റൽ നോക്കിക്കൊണ്ടിരിക്കുക, അതായത് റെൻ്റലിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ പ്രോപ്പർട്ടിയിൽ നിന്ന് റെൻ്റൽ ഈൽഡ് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടി ഞാൻ റെൻ്റ് ചെയ്ത് കൊടുക്കും. ആ പ്രോപ്പർട്ടിയുടെ ഈൽഡ് കറക്റ്റ് ചെയ്യും, അത് മാനേജ് ചെയ്യും, അത് മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഞാൻ പ്രോപ്പർട്ടി റെൻ്റൽ മാർക്കറ്റിൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഷൈൻബായിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കലൂർ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു ഫ്ലാറ്റ് വേണമെന്ന് പറയണം. അപ്പോൾ എൻ്റെ ഇൻവെൻട്രിയിൽ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഓണർ അത് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ആളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ലിസ്റ്റിംഗ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് എൻ്റെ ആൻസർ. കാരണം അപ്പോൾ നിങ്ങൾ പറയണേ ആദ്യം എനിക്കൊരു പ്രോപ്പർട്ടി സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പോൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രോപ്പർട്ടി സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടി ഓണേഴ്സിനെയാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്വാറി വരുന്ന സമയത്ത് ഞാൻ ആ ഒരു ക്വാറിക്ക് പുറകെ പോവില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോപ്പർട്ടി ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടി റൺ ചെയ്യാനാണ്. ഇപ്പോൾ സെയിൽസിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഞാൻ ബിൽഡേഴ്സിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡെവലപ്മെൻറ്റ് നടത്തുന്ന ഒരു ബിൽഡറുടെ ആ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഏതാണ് പ്രൊഡക്റ്റ് എന്നത് കണ്ടുപിടിക്കുന്ന എൻ്റെ ഒരു ജോബാണ്. ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നല്ല 1-2 നല്ല പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുന്ന പല ടിക്കറ്റ് സൈസുകളിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ അഡീഷനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഫീച്ചേഴ്സും നമ്മൾ പൊസിഷൻ ചെയ്യണം. അത് സെയിൽസ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റിൽ എൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്ന ഒരു ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളതായിരിക്കില്ല, ദാൻ കുറേ സാധനങ്ങൾ ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന കാര്യം ഫോക്കസ് ചെയ്യുക, അതിലൊരു നമുക്കൊരു KPIs ഒരു പെർഫോമൻസ് ഇൻഡെക്സസ് ഒക്കെ വെച്ചിട്ട് നമ്മളത് ഗ്രാജുവലി ഗ്രോ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അല്ലേ. എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പല ആൾക്കാരും തുടങ്ങിയിട്ട് പല സാധനങ്ങളും പരന്നൊക്കെ ബിസിനസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നത്. ഇതൊന്നും ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും സെയിം ആണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ബിസിനസ്സിലാണെങ്കിലും സോഫ്റ്റ്വെയർ സർവീസസ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും, അവർക്ക് വളരെ ചെറിയ ടീമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അവർ പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യും, ക്ലയൻറ്റ് വന്ന് എന്ത് ചോദിച്ചാലും എല്ലാത്തിനും yes എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ അവർ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഈ പ്രോപ്പർട്ടി റെൻ്റലിലോട്ട് വരുന്ന സമയത്ത് ഞാൻ പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് മാത്രം ചെയ്തിരുന്ന വ്യക്തിയാണ്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യില്ല. എന്നാൽ പ്രോപ്പർട്ടി ഓണേഴ്സിനെ മാത്രം ഞാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. നിങ്ങളൊരു പ്രോപ്പർട്ടി വെച്ച് എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തരും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ ഒരു വർക്കിംഗ് മോഡലായിരുന്നു എന്നെ ഈ ഒരു ബിസിനസ്സിൽ സക്സസ്ഫുൾ ആക്കിയത്. അപ്പോൾ തുടങ്ങിയ സമയത്ത് കുറച്ച് അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായുള്ളൂ. പക്ഷേ ഞാൻ ആ ചെയ്യുന്ന സാധനം വളരെ പ്രിസൈസായി കറക്റ്റായി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി 2 പ്രോപ്പർട്ടിന്ന് മോർ ദാൻ 500 അപ്പാർട്ട്മെൻറ്റ്സ് ഞാൻ കൊച്ചിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന സമയത്ത് ഇപ്പോൾ കമേഴ്ഷ്യൽ റെൻ്റൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഞാൻ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്താണ് സ്പെസിഫിക് ആയിട്ട് റിയൽ എസ്റ്റേറ്റിനകത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണയാണ് ആദ്യം ഇതിനകത്ത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിനോടാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ഏത് മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ പെനിട്രേഷൻ ഉള്ളത്, നിങ്ങൾ എങ്ങനത്തെ ടിക്കറ്റ് സൈസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് പല ആൾക്കാരും ഫെയിലിയർ ആവുന്നതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിഗ്ഗർ കമ്മീഷൻസോ അല്ലെങ്കിൽ ബിഗ്ഗർ മണി റിയൽ എസ്റ്റേറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഫീൽഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു, പിന്നെ പിറ്റേ ദിവസം എൻഡ് ഓഫ് ദ ഡേ ഇട്ടിട്ട് പോകണം. അതാണ് ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയിലൊക്കെ ഉള്ള സ്റ്റോറി ലൈനൊക്കെ പോലെ. അതെ, കുറച്ചൊക്കെ ഒരു ദിവസം വന്നിട്ട് ഇത് ചെയ്യും, പിന്നെ അടുത്ത ദിവസം വന്നിട്ട് വലിയ റിയൽ എസ്റ്റേറ്റിൽ എപ്പോഴും എനിക്ക് തോന്നുന്നത് ദെർ വിൽ ബി ഓൾവേസ് എ ബിഗർ ഫിഷ് എന്നൊക്കെ പറഞ്ഞ പോലെ എപ്പോഴും വലിയ വലിയ സാധനങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അപ്പം നമ്മുടെ ഒരു ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത് വെച്ചാൽ ഫോക്കസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹാദി ഇനീഷ്യലി റെൻ്റലാണ് ചെയ്തത്. റെൻ്റൽ മാനേജ്മെൻറ്റ് വൃത്തിയായി ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ് സെയിൽസ് തുടങ്ങുന്നത്. ആ സെയിൽസ് പ്രോപ്പറായി തുടങ്ങിയപ്പോഴാണ് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റിലോട്ട് വരുന്നത്. ഇതെല്ലാ കാര്യങ്ങളും പ്രോപ്പറായപ്പോഴാണ് അതിന് പാരലലി ആയിട്ട് ഒരു ടെക് പ്ലാറ്റ്ഫോം, വെബ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് കാര്യം. പിന്നെ സെക്കൻഡ് തിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്കിൽ സെറ്റ് വൈസും എനിക്ക് തോന്നുന്നത് കുറച്ച് കാര്യങ്ങളിൽ ഒരു നമ്മളെ ആസ് എ റിയൽറ്റർക്ക് കുറച്ച് കാര്യങ്ങൾ വേണ്ടതുണ്ട്. അത് ആദ്യയുടെ ഒരു ഒപ്പീനിയനിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? വളരെ ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതിനകത്ത് വലിയൊരു പൈസയുണ്ട്, വലിയൊരു കമ്മീഷൻ ഉണ്ട് എന്ന് ആഗ്രഹിച്ച് വരുന്നതിനേക്കാൾ കൂടുതൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ ഈ ഒരു ഫീൽഡിനകത്തോട്ട് വരുന്നതിൻ്റെ ഒരു കാരണം, നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് പല പ്രോപ്പർട്ടി ഓണേഴ്സിനും പല പ്രോപ്പർട്ടി മേടിക്കാൻ നോക്കുന്ന ആൾക്കാരെയാണ് ഹെൽപ്പ് ചെയ്യുന്നതിനകത്ത്. അപ്പോൾ ഒരു ബിഗർ വാല്യൂ പൈസ, അതായത് ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള ഒരു ബിഗർ വാല്യൂ വെച്ച് ട്രാൻസാക്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണ് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ളവരുടെ പൈസയ്ക്കുള്ളൊരു വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യത്തെ ഫണ്ടമെൻ്റൽ. അതായത് ഷാഹിൻ ഭായ് ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസേനെ വാല്യൂ ചെയ്യുക, അതിനനുസരിച്ച് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, വളരെ ജെന്യൂൻ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള കീ പോയിന്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്നത്തെ മാർക്കറ്റിൽ പണ്ടൊക്കെ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുണ്ടെടുത്ത ആൾക്കാരൊക്കെ ആയിരുന്നു റിയൽ എസ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്നുമല്ല. ഇപ്പോൾ പ്രോപ്പർട്ടി മേടിക്കുന്ന ആൾക്കാർ, ഈ പറഞ്ഞ പോലെ ആമസോണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, മെറ്റയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇതുപോലെ ഹൈ പ്രൊഫഷണൽസും HNIസും വലിയ ബിസിനസ്സുകാരൊക്കെയാണ്. അപ്പോൾ അവരിന്ന് ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്ന, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന, നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രൊഫഷണലായി ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ടാണ് റിയൽ എസ്റ്റേറ്റിൽ ഇന്നത്തെ കാലത്ത് ആൾക്കാർ വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് മുതൽ നന്നായി സംസാരിക്കുന്ന മുതൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്നവരെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുതൽ ഈ പറഞ്ഞ പോലെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതിൻ്റെയൊക്കെ ഉപരി ഇതിനകത്ത് വേണ്ട ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊന്ന് വാല്യൂസിൻ്റെ കേസിൽ എല്ലാ ബിസിനസ്സിലും ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സംഭവം റെൻറ്റിന് കൊടുത്താൽ മതി, എങ്ങനെയെങ്കിലും ഒരു സാധനം സെല് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഈവൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നല്ല, ഏത് ബിസിനസ്സിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഒരു കോർ വാല്യൂ നിങ്ങളുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ആ ഒരു സ്റ്റാർട്ടപ്പിന് വേണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് റൗണ്ടുള്ളതിന്. അതിൻ്റെ കൂടെ നിങ്ങളുടെ അറ്റയറിനും നിങ്ങളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഈ ഒരു ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, എസ്പെഷ്യലി നിങ്ങളൊരു പുതിയ ആളും കൂടിയാണെങ്കിൽ. പിന്നെ ഒരു സെയിൽസ് ആൻഡ് നെഗോഷിയേഷൻ സ്കിൽസിൻ്റെ ലെവൽ. ഇപ്പോൾ എനിക്കൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് അങ്ങനെ അത്ര സെയിൽസ് നെഗോഷിയേഷൻ സ്കിൽസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എനിക്കത് ഞാൻ അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാൾ എന്താ ചെയ്യേണ്ടത് ആ കാര്യത്തിൽ? ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലോട്ട് വരുന്ന സമയത്ത് ബേസിക്കലി ഒരു റിലേഷൻഷിപ്പ് ബിസിനസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ സെയിൽസ് ആൻഡ് നെഗോസിയേഷനിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ നെഗോസിയേഷൻ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കാക്കനാടുള്ള ഈ ഒരു എക്സ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇത്രയാണ്, അതായത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച്, അതായത് അതിൻ്റെ റോഡ് ആക്സസിബിലിറ്റി ആവാം, അതിൻ്റെ അടുത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ ആവാം, ഹോസ്പിറ്റലാവാം. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവിടെ എപ്പോഴും ട്രാൻസാക്ഷൻ നടക്കുന്നൊരു വാല്യൂ അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ വാല്യൂ ആദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്രോപ്പർട്ടി ബയ്യർക്ക് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി സെല്ലർക്ക് കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി ഒരാൾക്ക് മേടിച്ചു കൊടുക്കുകയാണെന്ന് കരുതുക. ഇപ്പോൾ ഈ ഒരു എക്സ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ആസ് പെർ മാർക്കറ്റ് കണ്ടീഷൻസ്, ഇതിൻ്റെ ഫോർകാസ്റ്റും നാളെ ഇവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റും അനുസരിച്ച് ഇതായിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് തോന്നുന്ന
പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് നമ്മൾ നെഗോസിയേഷൻസും ഈ കാര്യങ്ങളും നടത്തുന്നത്. ഇപ്പോൾ നിങ്ങളൊരു പുതിയൊരാളാണെന്നുണ്ടെങ്കിൽ, ഞാനെപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ ഞാൻ മനസ്സിലാക്കി എൻ്റെ പാഠം വരെ എൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഞാൻ റിയൽ എസ്റ്റേറ്റിലെ റൂട്ട് ലെവലിൽ സ്റ്റാർട്ട് ചെയ്തുള്ളതാണ്. കാരണം എൻഡ് ഓഫ് ദ ഡേ റിയൽ എസ്റ്റേറ്റ് ഈസ് ഓൾ അബൌട്ട് മണി. കാരണം ആൾക്കാരുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിഷനാണ്. ഇപ്പോൾ സ്റ്റോക്സിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗോൾഡിലോ അല്ലെങ്കിൽ പല പല സെഗ്മെന്റിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലുള്ള ഒരു സംഭവമാണ് റിയൽ എസ്റ്റേറ്റ് എന്നും പറഞ്ഞത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെന്റൽ ഈൽഡ് ആയിരിക്കും ചിലപ്പോൾ വേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി റീസെയിൽ ചെയ്യുമ്പോൾ അതിലുള്ളൊരു അപ്രിസിയേഷൻ ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ ഈ ഒരു സാധനങ്ങളെ കുറിച്ച്, അപ്പോൾ ഒരു അപ്രിസിയേഷൻ വരുന്ന പ്രോപ്പർട്ടി, ഒരു റെന്റൽ വരുന്ന പ്രോപ്പർട്ടി, ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ വാല്യൂ എന്താണ്, ഇതിൻ്റെ ഫോർകാസ്റ്റ് എന്താണ്, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം തിരിച്ചറിയാനാണ് ഇതിനകത്ത് ശ്രമിക്കേണ്ടത്. എനിക്ക് തോന്നുന്നൊരു ക്ലാരിറ്റി വേണം തോന്നുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സെയിൽസ് സ്കില്ലോ അല്ലെങ്കിൽ നെഗോഷിയേഷൻ സ്കില്ലോ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോൾ സെല് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ റെന്റ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടിയെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് പ്രോപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചിലപ്പം പിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഫീൽഡിൽ ഇറങ്ങിയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും റെന്റൽ പ്രോപ്പർട്ടിക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റെന്റൽ മാർക്കറ്റിനെ കുറിച്ചും റെന്റൽ പ്രോപ്പർട്ടീനെ കുറിച്ചും അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഏത് പ്രോപ്പർട്ടിയും ഏത് മാർക്കറ്റിലും നിങ്ങൾക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ പഠിച്ചു വന്ന പാഠം റെന്റൽ മാർക്കറ്റിൽ നിന്ന് വളരെ ലോ ലെവലിൽ നിന്ന് ഏറ്റവും അതിൻ്റെ ചെറിയ റൂട്ട് ലെവലിൽ നിന്ന് പഠിച്ചു വന്നുകൊണ്ട് പല കാര്യങ്ങളെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. ഇന്നതായിരിക്കും ഇതിൻ്റെ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ അടുത്ത 2 വർഷം കഴിയുമ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ടാവും. അപ്പോൾ ഞാൻ തന്നെ എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, റിയൽറ്റർ ഹാദീസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് എന്നെ ഇടയ്ക്ക് വിളിക്കും റിയൽ എസ്റ്റേറ്റ് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അത് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വന്നു തുടങ്ങി. ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. അതിലൊരു 1000-1500 മെമ്പേഴ്സോളം ഉണ്ട് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് എല്ലാ സെഗ്മെന്റും സംസാരിക്കാൻ ഞാൻ എക്സ്പെർട്ട് അല്ല, പക്ഷെ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, പ്രോപ്പർട്ടി റെന്റൽ മാനേജ്മെന്റ്, വിച്ച് ഐ എം വെരി ഗുഡ് അറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എങ്ങനെയാണ് പ്രോപ്പർട്ടി റെന്റൽ മാനേജ്മെന്റ് ചെയ്യുന്നത്, ഞാനതൊരു ചെറിയൊരു പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ കൂടെയുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിൽ റിയൽ എസ്റ്റേറ്റോ റിയൽറ്ററൊക്കെ ആയിട്ട് വരുമ്പോൾ ആദ്യം അവിടുത്തെ റെന്റൽ മാർക്കറ്റ് പഠിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം മുതൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, ട്രാൻസാക്ട് ചെയ്യുന്നത്, ഡേ 1 മുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡീല് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി റെന്റൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഒരു ടോക്കൺ സൈസ് കുറവായതുകൊണ്ട് ഡിമാൻഡ് ഹൈ ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ചെറിയ രീതിയിൽ ഒരു മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളിൽ ലെറ്റ്സ് സേ ഒരു പ്രോപ്പർട്ടിയെ നിങ്ങളുടെ കയ്യിലുള്ളൂ, നിങ്ങൾക്കൊരു ലീഡ് ഡേ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡേ 1 മുതൽ പ്രോപ്പർട്ടിയുടെ പൾസും, അല്ലെങ്കിൽ ഇന്ന് റെന്റൽ പ്രോപ്പർട്ടി മേടിക്കുന്ന ഒരു റെന്റൽ പ്രോപ്പർട്ടി ആളാണ് നാളത്തെ ഒരു പ്രോപ്പർട്ടി ബയ്യർ. അപ്പോൾ എൻ്റെ ഒരു ബിസിനസിന്റെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാം പ്രോപ്പർട്ടി റെന്റൽ ക്ലയൻസ് ആയിരുന്നു. പണ്ട് 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് റെന്റിനെടുത്ത ഒരു പ്രോപ്പർട്ടി ടെനന്റ് ആയിരുന്നു ഇന്ന് എൻ്റെ പ്രോപ്പർട്ടി ബയ്യർ. അന്ന് റെന്റിന് കൊടുത്തൊരു ഓണർ ആയിരുന്നു ഇന്ന് എൻ്റെ പുതിയ പ്രോപ്പർട്ടി ബയ്യർ. അപ്പോൾ ഞാൻ പുതിയ പ്രൊജക്റ്റുകളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്ന സമയത്ത് എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ സംസാരിക്കും, ഓക്കെ ഇന്നൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പല റെന്റൽ ക്ലയന്റുകളും പല പ്രോപ്പർട്ടി ഓണേഴ്സ് ഇന്ന് എൻ്റെ ക്ലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു കോമ്പൗണ്ടിങ് ബിസിനസ് ആണ്. ഡെഫിനറ്റ്ലി നല്ലൊരു സജഷൻ ആണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ റെന്റലിലോട്ട് ഇറങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ റെന്റലിൽ നിങ്ങൾക്കും ഒരുപാട് ഇപ്പോൾ മേ ബി ടോക്കൺ സൈസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കാക്കനാട് ഏരിയയിലൊക്കെ ഒരു 15 രൂപ തൊട്ട് ഒരു 50 രൂപ വരെ റെന്റിൽ ഫ്ലാറ്റ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. മേ ബി അതിനേക്കാൾ കൂടുതലുണ്ടാവാം. പക്ഷേ ഈ ഒരു ടിക്കറ്റ് സൈസിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 80 ലക്ഷം രൂപ 1 കോടി രൂപയുടെ ഫ്ലാറ്റ് ചെയ്യുന്ന അത്ര ഒരു ഇതുണ്ടാവില്ല, അത്ര സീരിയസ്നെസ് ആയിട്ട് നിങ്ങൾക്ക് അത്ര എഫേർട്ട് ഇട്ട് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ചിലപ്പോൾ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സെയിൽസ് നടത്തുന്നത്. ചിലപ്പോൾ ഒരു സെയിൽ നിങ്ങൾക്ക് ഫെയിലായി പോയി കഴിഞ്ഞാലും, ഐ മീൻ ഒരു ഡീല് ഫെയിലായി പോയി കഴിഞ്ഞാലും അടുത്ത ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അതിലുണ്ടാവും. അപ്പോൾ ഞാൻ പ്രോപ്പർട്ടി റെന്റൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ വിചാരിച്ചു പ്രോപ്പർട്ടി സെയിൽസ് കുറച്ചൊന്ന് ചെയ്തു നോക്കിയാലോ, വലിയ ടിക്കറ്റ് സൈസല്ല, കുറച്ച് കൂടുതൽ റവന്യൂ ഒക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൊരു തോട്ട് ഇടയിൽ വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പ്രോപ്പർട്ടി സെയിൽസ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് സമയം പോയി, സെയിൽസ് നടക്കുന്നില്ല, പല കസ്റ്റമേഴ്സിൻ്റെ പല ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, അല്ലെങ്കിൽ പല കോൺവെർസേഷനും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നോളജായിട്ടും എക്സ്പീരിയൻസ് ഞാൻ ലാക്ക് ചെയ്യണ പോലെ എനിക്ക് തന്നെ ഞാൻ സെൽഫ് റിലീസ് ചെയ്ത് ഞാൻ ചെയ്തൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് പിന്നെ ഞാൻ ഒരുപാട് കാലം പ്രോപ്പർട്ടി റെന്റൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും പ്രോപ്പർട്ടി റെന്റൽ ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പിന്നെ സെയിൽസ് തന്നെ പോപ്പപ്പ് ചെയ്യാൻ തുടങ്ങി, അതായത് തന്നെ അത് സംഭവിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പുതിയത് വരുന്ന ആൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് പ്രോപ്പർട്ടി റെന്റൽ മാർക്കറ്റിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് റൂട്ട് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫീൽഡ്. അതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത 5 വർഷം 6 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ പലയിടത്ത് കാണുന്ന പോലെ പലയിടത്തൊക്കെ ഇപ്പോൾ കാണാം, കുറച്ച് കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ കാണാം റിയൽ എസ്റ്റേറ്റ് അക്കാഡമി, അല്ലെങ്കിൽ അതൊരു വളരെ പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള വളരെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലും അല്ലെങ്കിൽ അതിലൊരു ഓപ്പർച്യൂണിറ്റീസും വരുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ഡൈനാമിക്സ് മനസ്സിലാക്കുന്ന ആൾക്കാർ അതിലോട്ട് തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. അപ്പോൾ റെന്റലിൽ സ്റ്റാർട്ട് ചെയ്യുക, ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് റിയൽ എസ്റ്റേറ്റ് അക്കാദമി എന്നുള്ള ലെവലിൽ എനിക്ക് തോന്നുന്നത്
ആദ്യം സിമിലർ ആയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലേ, ഒരു കൈൻഡ് ഓഫ് അക്കാഡമി എന്നുള്ളതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, അതായത് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് ചെയ്ത് ഞാൻ വളരെ സക്സസ്ഫുൾ ആണ്. അത്യാവശ്യം നല്ലൊരു പറയാവുന്ന രീതിയിലുള്ള റവന്യൂ അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി റെൻ്റൽ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അതൊരു പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു 1000+ ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ അതിനകത്ത് ട്രെയിനിങ് അല്ല, ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോസ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സെഷൻസ് അതിനകത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് ആക്ച്വലി അത് ഉദ്ദേശിക്കുന്ന ഒരു അക്കാഡമി ആയിട്ടോ അങ്ങനെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും ഇല്ല. പക്ഷെ അതിലോട്ട് വരാനായിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്ത് നോക്കാന്നുള്ളൊരു. എങ്ങനെയാണ് പ്രേക്ഷകർക്ക് അത് വരണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. എൻ്റെ വെബ്സൈറ്റിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്രീ സമയം കിട്ടുന്ന സമയങ്ങളിൽ അതൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ആഡ് ഓൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു മോസ്റ്റ്ലി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അതിൻ്റെ ഒരു ഗ്രോത്ത് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നമ്മൾ ആക്ച്വലി അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ്, ഒരു കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളെ നമ്മൾ പരിചയപ്പെടുന്നു, പിന്നെ അയാൾ നമ്മളൊരു ഫ്രണ്ടായി മാറുന്നു, ചിലപ്പോൾ അയാൾ നാളെ നമുക്കൊരു നല്ല സെയിൽ റെഫർ ചെയ്യുന്ന ഒരാളായി മാറുന്നു. അതിനെ പറ്റി എന്താണ് ഒരു ആഡ് ഓൺ ചെയ്യാനുള്ളത്? ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എപ്പോഴും ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് വളരെ ജെന്യൂനായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ഒരു കസ്റ്റമറും ഒരു പ്രോപ്പർട്ടി സെല്ലറും ബയ്യറും ഉണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു ടേംസ് ഇതാണ്, എന്നെ പോലെയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് ഈ ഒരു ഡീലിന്, അത് ഫ്രണ്ട് സംസാരിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ എൻഡ് ടു എൻഡ് കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഡീൽ ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എപ്പോഴും വലിയ പൈസയാണ് റിയൽ എസ്റ്റേറ്റിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം തീരുമാനിക്കുക എന്താണ് നമ്മൾ ഇതിനകത്ത്, എൻ്റെ റോൾ എന്താണ്, ഇതിനെന്താണ് ഞാൻ ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മാത്രം നിൽക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും അതിൻ്റെ അപ്പുറത്തോട്ടൊരു എക്സ്ട്രാ മൈൽ ആവശ്യമില്ലാതെ എടുക്കാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു ട്രസ്റ്റും ട്രാൻസ്പെറൻസിയും ഫ്യൂച്ചർ ബിസിനസ്സൊക്കെ ലോസ് ആവുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടേതായ കാര്യങ്ങൾ ഒരു പാരാമീറ്റർ ക്ലിയർ ആയിട്ട് ആദ്യമേ ബിസിനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുക. അപ്പോൾ എപ്പോഴും ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആഗ്രഹിക്കുന്ന വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരാളെ കൂടെ കൂട്ടാനോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്വൈസറി റോളിലോ കിട്ടാനാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഞാൻ എന്താണ് ഇതിനകത്ത് ഞാൻ ചാർജ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇടുന്ന വാല്യൂവിന് ഞാൻ എന്താണ് ചാർജ് ചെയ്യാൻ പോകുന്നത്, അത് വളരെ പ്രിസൈസ് ആയിരിക്കുക. അത് ഇനീഷ്യലി കമ്മിറ്റ് ചെയ്യുക. പിന്നീട് അതിനകത്തൊരു ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ അല്ലാത്ത രീതി വരാതിരിക്കുക. വളരെ ക്ലിയർ ആയിട്ട് ഡോക്യുമെന്റഡ് ആയിട്ട് കാര്യങ്ങൾ പോകാൻ ശ്രമിക്കുക. റിയൽ എസ്റ്റേറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്പെറൻസി. എനിക്ക് തോന്നുന്നത് ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ നമ്മളൊരു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി നമ്മുടെ ക്ലയൻറ്റുമായിട്ട് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും അത് ഇവഞ്ച്വലി നമ്മുടെ ബിസിനസ്സിന് അത് പോസിറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. തീർച്ചയായും. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇതായിട്ടുള്ളൊരു ഫൈനൽ ക്വസ്റ്റ്യൻ, ലൈക്ക് നമ്മുടെ പുതിയ റിയൽറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള അവർക്കൊരു അഡ്വൈസ് കൊടുക്കാമെന്ന് വിചാരിക്കാം. പുതിയതായിട്ട് ഫീൽഡിലോട്ട് വരികയാണെങ്കിൽ അത് ഒറ്റ കാര്യം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അഡ്വൈസ്? ഒരു അഡ്വൈസ് കൊടുക്കാൻ മാത്രം അത്ര ഉള്ള ഒരാളാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ അങ്ങനെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, റിയൽ എസ്റ്റേറ്റ് അല്ല എന്ത് ഫീൽഡാണെന്നുണ്ടെങ്കിലും ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഡേ വണ്ണിൽ കൂടുതൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, പഠിച്ചിട്ട് വരാമെന്നുള്ളതല്ല. ഡേ വണ്ണിൽ ആക്ഷൻ എടുക്കുക. ഇതിനെന്ത് ചെയ്യണം എന്നുള്ള ആദ്യം ആലോചിച്ച് ഡേ 1 മുതൽ ആക്ഷൻ എടുക്കുക. അറ്റ് ദിസ് പോയിന്റ് ആക്ഷൻ എടുക്കാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനുപരി ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എന്നും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് അത് വർക്ക് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കാൻ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക, ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ താങ്ക് യു ഫോർ യുവർ ടൈം. സോ ഞാൻ ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യണം. സോ ഇത്രയും സമയം ഏകദേശം 1 മണിക്കൂറോളം നമ്മുടെ കൂടെ ഇരുന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ഒരു റിയൽറ്റർ ആവുന്നതിനെ പറ്റിയുള്ള ഒരുപാട് വാല്യുബിൾ ആയിട്ട് ഇൻഫർമേഷനാണ് ഹാദി ഷെയർ ചെയ്തത്. നമ്മളതിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ, ഒരു പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ, റെൻ്റൽ ബിസിനസ്സിലോട്ട് ട്രൈ ചെയ്യുക. അതേപോലെ കസ്റ്റമറോട് നമ്മുടെ ക്ലയൻസിനോട് വരുത്തുന്ന ട്രാൻസ്പാരൻസിനെ പറ്റി ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹാദിയുടെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഹാദി ഇൻസ്റ്റഗ്രാമിലും ആക്റ്റീവാണ്, എനിക്കൊന്ന് ലിങ്ക്ഡിനിലൊക്കെ ആക്റ്റീവാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പല വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. സോ ഹാദി, താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. സോ താങ്ക്സ് ഫോർ കമ്മിങ് ടു IWB Talks.